പ്രഗ്നന്റ് ആയപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ബേബി മൂൺ പോകണം. അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്ന പിറ്റേ ദിവസം തന്നെ നമ്മൾ ഇറങ്ങി. നമ്മൾ മാത്രമല്ല എൻ്റെ ബെസ്റ്റ് ചെങ്ങായും ഹസ്ബൻഡും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബേബി മൂണിന്റെ മിനി വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. പോകുന്ന കുപ്പിലിട്ട് ഐറ്റംസ് മാടി വിളിച്ചപ്പോൾ അവിടെ ഒന്ന് നിർത്തി. സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്ലാനിങ് ഇല്ലാത്ത യാത്രയായിരുന്നത്. കുറച്ച് ദിവസമായിട്ട് ഒരുപാട് തപ്പിയെങ്കിലും എവിടെ പോകണം എങ്ങനെ പോകണമെന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഗൂഗിളിൽ തപ്പിയ റിസോർട്ട് കണ്ടുപിടിച്ച് പോയപ്പോൾ അവിടുത്തെ ആംബിയൻസ് നമുക്ക് ആർക്കും ഇഷ്ടമായില്ല. അങ്ങനെ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ റിസോർട്ടിൽ വിളിച്ച് നേരെ അവിടത്തേക്ക് വിട്ടു. അവിടെ എത്തി അവിടെ ഇറങ്ങിയപ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാൻ ക്യൂട്ട് ആയിട്ടുള്ള രണ്ടരയാണ്. ഉച്ചക്കുള്ള ഫുഡ് പാർസൽ വാങ്ങിയിട്ടാണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ റൂമിലെത്തിപാട് ഫസ്റ്റ് ഫുഡ്, കാരണം റൂമിലെത്തുമ്പോഴത്തേക്കിന് 2 മണിയായിട്ടുണ്ടായിരുന്നു. റിസോർട്ടിൽ സ്റ്റേ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ വരുന്നത് പൂളിൽ കളിക്കാലോ എന്നുള്ളതാണ്. ഈ സമയമായതുകൊണ്ട് എപ്പത്തെയും പോലെ പൂളിൽ തുള്ളി മറിയാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം, എന്നാലും നമ്മൾ വരാൻ പോകുന്ന ബേബിക്കല്ലേ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം. ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ പൂളിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ വെയിലില്ലാത്തതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഒടുക്കത്തെ തണുപ്പായിരുന്നു. ആകെ മുങ്ങാൻ ചീതയില്ലാന്ന് പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ ഒന്ന് മുങ്ങി എണീച്ചപ്പം സംഭവം റെഡി. നമ്മൾ പോയത് ബെസ്റ്റ് ടൈമിലായതുകൊണ്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നു. ഒരു ദിവസം ലേറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് റൂം ഇട്ടില്ലായിരുന്നു, കാരണം ഫുൾ ഫാമിലി അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരത്തെ ആക്ടിവിറ്റിയിൽ പെട്ടതായിരുന്നു ഷട്ടിൽ കളിക്കലും സൈക്കിൾ ഓടിക്കലും. സത്യം പറഞ്ഞാൽ ഇടക്കെങ്കിലും തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഇതുപോലെ ഒന്ന് മാറി നിന്ന് എൻജോയ് ചെയ്യണം. രാത്രിക്കത്തെ ഫുഡ് ഓർഡർ ചെയ്യാൻ നിൽക്കുമ്പോൾ റിസോർട്ടിലെ ചങ്ങായി ഒരു ഫുഡ് സ്പോട്ട് പറഞ്ഞത്. പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ റീൽസിലും യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്പെഷ്യൽ ബീഫ് കിട്ടുന്ന ഒരു സ്പോട്ട് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ജംഗിൾ റിസോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള ഐറ്റംസിനൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കാണാം. അത് കഴിഞ്ഞ് 4 ആളും കൂടി കേരംസ് ഒക്കെ കളിച്ചിരുന്നപ്പോൾ ഒരു ദിവസം പോയതറിഞ്ഞില്ല. അപ്പൊ ഇനി അടുത്ത ദിവസത്തെ വിശേഷമായി വീണ്ടും കാണാം. ബൈ.